ആശാനെ, നമ്മുടെ സുകുമാരൻ ചേട്ടൻ പ്ലാവേന്ന് വീണെന്ന് കേട്ടല്ലോ. ഏണി ആരി വെച്ച് റബ്ബർ ചെരുപ്പ് ഇട്ടുകൊണ്ട് വലിഞ്ഞു കയറിയതാ. ഞാൻ നോക്കുമ്പോ കോണിക്കമ്പേന്ന് കാലം തെറ്റി കൂഴച്ചക്കയില് തൂങ്ങി കിടപ്പുണ്ട്. എന്നിട്ട് എന്നാ പറ്റി? എന്നാ പറ്റാൻ, തൂങ്ങി കിടന്നപ്പോ പുള്ളിയുടെ മുണ്ടങ്ങ് പറഞ്ഞു പോയി. വിറകൊടിക്കാൻ വന്ന കാർത്തിയാനിച്ചടുത്ത് നോക്കുമ്പോ സുകുമാരൻ തുണിയില്ലാതെ കൂഴച്ചക്ക കിടന്ന് ആടുക. എന്നിട്ടെന്നാ, സുകുമാരൻ കൂഴച്ചക്കയെന്ന് പിടിവിട്ട് പറയും പൊത്തിപ്പിടിച്ച് ആറ്റുകാൽ അമ്മച്ചെന്ന് പറഞ്ഞ് എടുത്തൊരു ചാട്ടം. ചാട്ടത്തിൽ 2 കാലും ഒടിഞ്ഞു, ചക്ക ഇരിഞ്ഞ് പെടലിയിലും വീണു. ഇപ്പൊ പെടലി ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് കിടപ്പാ. പിന്നെ പുള്ളിയുടെ മക്കള് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് ചികിത്സാ ചെലവിന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഈ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചികിത്സാ ചെലവുകളിൽ നിന്നും ഹോസ്പിറ്റൽ ബില്ലുകളിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് സംരക്ഷണം നൽകുന്നു. എമർജൻസി സമയങ്ങളിൽ വെറും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് ലഭിക്കും. ഈ പേപ്പർ വർക്കുകൾക്ക് പുറകെ ഓടാതിരിക്കാൻ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ സേവനവും എപ്പോഴും കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മളില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തിന് താങ്ങായിട്ട് നിൽക്കുന്നത് ടേം ഇൻഷുറൻസ് ആണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട്ടു ചെലവുകൾ, പിന്നെ ലോണുകളുടെ തിരിച്ചടവ് ഇവയൊന്നും മുടങ്ങില്ല. ഇതിന് നല്ല ചെലവ് വരില്ലേ? ഒരു ചെലവുമില്ല. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും 400 തൊട്ട് 500 രൂപ മുതൽ ആരംഭിക്കുന്നുണ്ട്. ഇത് ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ കവറേജ് ലഭിക്കും. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പ്രീമിയം തുക വളരെ കുറവായിരിക്കും. ഇത് ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ 15 തൊട്ട് 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. പോരാത്തതിന് സർക്കാർ GST ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ചികിത്സാ ചെലവൊക്കെ വർദ്ധിച്ചു വരുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് എന്തുകൊണ്ട് ഉപകാരമായിരിക്കും. എന്നാ ഇന്ന് തന്നെ പറഞ്ഞ എടുക്കുക. ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ചോ, പക്ഷെ നിന്റെ കൊണപ്പ് ശാലം കുറച്ച് വെക്കണം. ആധുനിക ഗിരിശൃംഗ പ്രതലോസ്കി പറയാം. ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം.